ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുട്ടത്തലയൻ ക്ലിക്സ് എന്ന് പറഞ്ഞ് കല്ലു മിട്ടു എന്ന് പറയുന്ന രണ്ട് പാരൻസിൻ്റെ ചാനലുണ്ട്. അവരുടെ യാത്രകളും അവരുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഞാനൊരു പോസ്റ്റ് കണ്ടു, കല്ലുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ്. ഒന്നും രണ്ടും പോസ്റ്റുകൾ കണ്ടിരുന്നു. കിട്ടുകയാണെങ്കിൽ അവരൊരു വലിയ തുക തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ചു കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും ആ വിവരം അറിയിക്കുന്നവർക്ക് പോലും അത് സമാനമായി ആ തുക കൊടുക്കാമെന്ന് പറഞ്ഞ്. പക്ഷേ ഇപ്പോൾ അവർ റീസെൻ്റായിട്ടൊരു പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടു. അതായത് ആരെങ്കിലും ഈ പാരറ്റിനെ ഇനി തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ പാരറ്റ്സിൻ്റെ റുട്ടീൻ പറഞ്ഞുകൊണ്ട്, അതായത് ഒരു ഡേയിൽ ഈ പാരറ്റിനെ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനകത്ത് അതിന് മോർണിംഗിന് ഫുഡ് കൊടുക്കുന്ന സമയം, അതുപോലെ നൈറ്റ് അത് ഉറങ്ങുന്ന സമയം, എങ്ങനെയാണ് അത് ഉറങ്ങുന്നത് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ പെയറായിട്ടുള്ള ഒരു പാരറ്റ് ഭയങ്കര ഒരു എന്താണ് പറയുന്ന ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം അത് വളർത്തിയ ആളിനും ആ കെയർ ചെയ്ത ആളിനും എത്രത്തോളം യാത്രകളിലെല്ലാം അതിനുവേണ്ടി ഒരു കാറ് തന്നെ അവർ യൂസ് ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഈ പോസ്റ്റ് കണ്ടതോടെ ഞാൻ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വരെ നേർന്ന് വെച്ചിരിക്കുകയാണ് കല്ലുവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി. അപ്പോൾ എവിടെയെങ്കിലും കല്ലു ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും, എൻ്റെ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ കല്ലുവിനെ വേഗം കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അഥവാ കിട്ടിയില്ലെങ്കിൽ എവിടെ ആയാലും ആ പാരറ്റ് സുരക്ഷിതമായിരിക്കാനും നല്ല കൈകളിൽ ചേരണം. അത് ആ ഫുഡെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുത്ത് അതിനെ കെയർ ചെയ്യുന്ന ഒരു അതിൻ്റെ അസുഖ വിവരങ്ങൾ വരെ ആ പോസ്റ്റിൽ മെൻഷൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തൂവൽ എന്തോ ഫംഗസ് പോലുള്ള ഇതൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നും, അതുപോലെ അതിനെ പേടിപ്പിക്കരുതെന്നും, പേടി അടിക്കുകയോ ചീത്ത പറയുകയോ ഒന്നും അതിനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു ആ പോസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും കല്ലു ഒന്ന് വേഗം വരാൻ പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ലവ് യു ആൾ.